ഹായ്, ഞാൻ നിങ്ങളുടെ സനു. പ്രവാസി ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ടോണി ചേട്ടനാണ്. ഹായ് ടോണി ചേട്ടാ. ടോണി ചേട്ടനെ കുറിച്ച് പറയാച്ച PA ടോണി ചേട്ടനെ അറിയാത്ത മലയാളികൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ്. ഞാൻ തമാശക്ക് പറയാറുണ്ട്, ടോണി ചേട്ടൻ ഇവിടെ ഇലക്ഷൻ എന്നാ ജയിക്കുന്നത്. അത്രയ്ക്ക് പോപ്പുലാരിറ്റി ഉള്ള ഒരാളാണ്. സോ ടോണി ചേട്ടന്റെ കഥ തുടങ്ങുന്നത് തന്നെ 2010 ആസ് എ ഒരു ഗ്രോസറി ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തില് 6 കൊല്ലമായിട്ട് സ്വന്തമായിട്ടൊരു കോൺട്രാക്ടിങ് കമ്പനി ഉള്ളത്. അതായത് ഇപ്പൊ ഒരു ബിൽഡറാണ് ആളിപ്പോ, കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആൾക്കിപ്പോ. അപ്പൊ ആ ഒരു ജേണിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ വെൽക്കം ടു ദ ഷോ. ഹായ് ചേട്ടാ. താങ്ക് യു. സോ ചേട്ടൻ ഇവിടെ വന്നത് 2010 2010 ജാനുവരിയിൽ ഞങ്ങൾ ഇവിടെ എത്തി. ഓക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം സസ്കാച്ചവനിലായിരുന്നു. സസ്കാച്ചവനിൽ ഒരു വിന്റർ കഴിഞ്ഞു. നല്ല തണുപ്പും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യത്തെ വിന്റർ ആണല്ലോ. ഒരു സസ്കാച്ചവനിലായിരുന്നു. വിന്റർ ആയിരുന്നു. അതോടെ അവിടുന്ന് ഈസ്റ്റ് കോസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നുള്ള ഒരു തീരുമാനം എടുത്തു. മാർച്ച് മാസം ലാസ്റ്റ് PA-ലെത്തി. ഈ സസ്കോച്ചനിലേക്ക് എത്താൻ കാരണം അത് നേരെ സ്റ്റുഡന്റ് ആയിട്ടാണോ, അത് വർക്ക് പെർമിറ്റ് ആണോ അതോ PR ആയിട്ടാണോ? വർക്ക് പെർമിറ്റിലാണ് അവിടെ വന്നത്. വർക്ക് പെർമിറ്റ് അവിടുന്ന് നമുക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. അന്ന് നമുക്ക് പുറത്തുനിന്ന് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. അങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്ന് പക്ഷെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും അത്ര അവിടെ പിടിക്കാത്തതുകൊണ്ട് നേരെ ഈസ്റ്റ് കോസ്റ്റിൽ വന്നു. ജോലി ഇവിടെ നോക്കി തുടങ്ങി. അങ്ങനെ വൈഫിന് പെട്ടെന്ന് ജോലി കിട്ടി. പക്ഷെ ഞാൻ നേരെ ഒരു ഗ്രോസറി ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് വർഷങ്ങള് അങ്ങനെ ഇവിടെ 2 കൊല്ലം PA-ൽ നിന്നു. ഗ്രോസറി ഷോപ്പ് അങ്ങനെ ചെറിയ ജോലികളായിട്ട് അങ്ങനെ പോയി. അന്നും എന്താ പറയാ, ഒരു നെവർ ഗീവ് അപ്പ് എന്നൊരു മൈൻഡ് സെറ്റ് തന്നെയാണോ? നെവർ ഗീവ് അപ്പ് ആയിരുന്നു. നമ്മള് എല്ലാ പ്രവാസികൾക്കും ഒരു കഠിനമായ ഒരു അനുഭവം ഉണ്ട് കാനഡയിൽ. അങ്ങനെ ഞാനും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഞാനും ആ ഒരു കഠിന പ്രയത്നത്തിലൂടെ ഒരു എന്താ പറയാ നെവർ ഗീവ് അപ്പ്, നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്താതെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറെ വർഷങ്ങളെടുത്തു. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോസറി സ്റ്റോറാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പേഴ്സണൽ ട്രെയിനിങ്, നാട്ടിലും കുറച്ച് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പേഴ്സണൽ ട്രെയിനിങ്ങിലേക്ക് മാറി. അപ്പോ അന്ന് ഇവിടെ പേഴ്സണൽ ട്രെയിനർ കോഴ്സോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ജിമ്മോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഹാലിഫാക്സ് പോയി അവിടെ ടെസ്റ്റ് എഴുതി ഗുഡ് ലൈഫില് പേഴ്സണൽ ട്രെയിനറായിട്ട് സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? വർക്ക്ഔട്ട് ഇടയ്ക്കുണ്ട്, ഫുൾ ടൈം ഇല്ല. പക്ഷെ അതിന്റെ ഒരു പാഷൻ ഇപ്പോഴും ഉണ്ട്. അത് ഒരിക്കലും വിട്ടിട്ടില്ല. നമ്മൾ ചെറുപ്പം തൊട്ടുള്ളത് കൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോ അങ്ങനെ ഹാലിഫാക്സിൽ പോയി. ഹാലിഫാക്സിൽ ഒരു 2-3 വർഷം വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത സമയത്താണ് ഒരു ക്ലയന്റ്, ഒരു റിയൽട്ടർ ക്ലയന്റ് എനിക്ക് കിട്ടി. ആ വ്യക്തിയിൽ നിന്നാണ് എനിക്ക് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയത്. അപ്പൊ ആളൊരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോ തോന്നിയോ ഓക്കെ ഇതാണ് എന്റെ കപ്പ് ഓഫ് ടീ? യെസ്, അങ്ങനെ മനസ്സിലായി. അത് മനസ്സിലായി. കാരണം എന്താ വെച്ചാല് അത് നല്ലൊരു, ഓഫ് കോഴ്സ് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് എല്ലാവരും ആഗ്രഹിക്കുമെന്ന് വെച്ചാല് നമ്മള് നല്ല ഒരു പ്രൊഡക്റ്റ് ക്ലയന്റിനെ സപ്പോർട്ട് ചെയ്യുക. ആ ക്ലയന്റിന്റെ ആവശ്യം അനുസരിച്ച് അവന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുക. കസ്റ്റമർ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു ടൈലർ മെയ്ഡ് രീതിയിലേക്ക് അവർക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു സെല്ലിംഗ് അല്ല, അവരെ മനസ്സറിഞ്ഞ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ചെറിയൊരു സാധനം മേടിക്കണ പോലെ ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. രണ്ടാമത് ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള് 100% അല്ലെങ്കിലും മാക്സിമം 100ലേക്ക് അടുത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുത്താല് അതുവഴി നമുക്ക് വേറെ ബിസിനസ്സും കിട്ടും. റെഫറൽ വരും. അങ്ങനെ കുറെ പേര് അങ്ങനെ റെഫറൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നമ്മൾ ആത്മാർത്ഥത്തോടെ അവരോട് നിന്നു. അതിന്റെ കെയർ ഓഫില് അവർ കൂടുതൽ ആൾക്കാർ നമുക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇപ്പോ റിയലേറ്റർ, അതായത് റിയലേറ്റർ ആയിട്ട് ഇറങ്ങിയത് ഏത് വർഷമാണ്? റിയൽറ്റർ ആയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് PA-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2018 ജാനുവരിയിലാണ്. ഞാൻ 2017 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ലൈസൻസ് എടുത്തു. അങ്ങനെ റോയൽ ലീപ്പേജിൽ വന്നു. റോയൽ ലീപ്പേജ് എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ നല്ലൊരു കമ്പനി ആയതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തു. ഓൾ കാനഡ കവറേജ് ഉണ്ട് കമ്പനിക്ക്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആ കണ്ടിന്യൂഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ 2018 തൊട്ട് 2021 വരെ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഒരു റിയൽറ്റർ മാത്രമേ. 3 വർഷത്തെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആലോചിച്ചപ്പോ നമുക്ക് കൂടുതൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ക്ലയന്റിന് കൊടുക്കാൻ പറ്റും. അവരുടെ
എന്താ പറയുക, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഓൾട്ടറേഷൻ, അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീട് ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്കൊരു മനസ്സുകൊണ്ടൊരു പ്രതീക്ഷ വന്നു. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2018 മുതൽ 2021 വരെ ആ കാലഘട്ടത്തിൽ അപ്പൊ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ റിയൽറ്റർ സ്റ്റാർട്ടിംഗ്? പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു മോട്ടിവേഷൻ ഹാലിഫാക്സിൽ ഉണ്ടായിരുന്നു. ഇടക്കിടക്ക് ഞാൻ വിളിക്കും. അപ്പൊ ലൈസൻസ് ഇവിടെ എടുക്കാൻ ഇത്ര സമയം എടുത്തു, സാമ്പത്തികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ലൈസൻസ് കിട്ടിക്കഴിയുന്നത് വരെ പുള്ളിയായിട്ട് ഒരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളി പറഞ്ഞു തരും, ത്രൂ ഫോൺ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ അതൊരു മനസ്സിലിട്ടുകൊണ്ടാണ് ഈ 3 വർഷം നടന്നത് ഞാൻ. അങ്ങനെ ലൈസൻസ് കിട്ടി, ഇവിടെ ജോയിൻ ചെയ്തു, റോയൽ ലീപ്പിച്ചിൽ ജോയിൻ ചെയ്തു. നല്ലൊരു മെന്റർഷിപ്പിന് ഇവിടെ കിട്ടി. അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫിൽ കൂടുതൽ PA മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് പുതിയ വീടിന് എന്തൊക്കെയാണ് വേണ്ടുന്നത് അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് നമ്മുടെ ഒരു സ്വന്തം ധൈര്യത്തില് സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 സ്റ്റാർട്ട് 5 കൊല്ലം കഴിഞ്ഞു. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇപ്പൊ ഞാനൊരു എന്റെ ഒരു ഐഡിയ പറഞ്ഞ ഒരു വീട് പറഞ്ഞ ഞാനിങ്ങനെ എനിക്ക് 3 ബെഡ്റൂം വേണം അറ്റാച്ച്. ഇവിടെ പല രീതിയിൽ ഇപ്പൊ 3 ബെഡ്റൂം അല്ലെങ്കിൽ 2 ബെഡ്റൂം ഒരു ബാത്റൂം അങ്ങനെയൊക്കെയാണ്. നാട്ടിലെ പോലത്തെ ഒരു ടൈലർ മെയ്ഡ് സെറ്റപ്പിൽ എനിക്കറിയില്ല ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഞാൻ റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറ്റും. ഇവിടെ കസ്റ്റം മെയ്ഡ് നമുക്ക് പറ്റും. നമ്മള് എന്താ പറയാ, ഇവിടെ നമ്മളുടെ തോന്നിയ പോലെ നമുക്ക് നടക്കില്ല. അതിന് മുനിസിപ്പാലിറ്റിയുടെ കുറെ സെറ്റ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. A to Z ചെയ്തു കൊടുക്കും. A to Z ഒരു ആർക്കിടെക്ചറിനെ കണ്ടിട്ട് നമ്മള് അത് ആ പുള്ളിക്കുള്ള ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു വീട് വരപ്പിക്കുകയും അതിനനുസരിച്ചുള്ള സ്പേസും കാര്യങ്ങളും ലോട്ട് വരെ നമ്മൾ എടുത്തു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയണ എനിക്ക് ഇന്ന ലോട്ടിലൊരു ഹൗസ് വേണം. അപ്പൊ ലോട്ട് അറേഞ്ച് ഇപ്പൊ എന്റെ കയ്യിൽ ലോട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ടോണി ചേട്ടനെ സമീപിച്ച് പറയണ എന്റെ ഡിസൈൻ ഇതാന്ന് പറഞ്ഞൊരു ഡിസൈൻ തരാം, എന്നിട്ട് അതിൽ പണിയാൻ പറ്റുമോ? തീർച്ചയായും. ആ ലോട്ടിന് പറ്റിയ മാക്സിമം സൈസും വിഡ്ത്തും കാര്യങ്ങളും നമ്മൾ ആ കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന് പറ്റിയ ഒരു വീട് അവിടെ പണിയാൻ പറ്റും. സോ ആ 2021 തൊട്ട് 2026 വരെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ അതിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഏകദേശം എത്ര വീട് പണിത് കൊടുത്തിട്ടുണ്ടാവും? ഇപ്പൊ നമ്മള് 16 വീടുകൾ പണി കഴിഞ്ഞു. 4 വീടിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഞാൻ സത്യം പറഞ്ഞ അത്ര പ്രതീക്ഷയല്ല. പക്ഷെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കിട്ടുന്ന കസ്റ്റമർ സപ്പോർട്ടും സാറ്റിസ്ഫാക്ഷനും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഫോളോ അപ്പും ഇടക്കിടക്ക് അവരെ വിളിക്കുക, വീടിന്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളുള്ളതുകൊണ്ട് കൂടുതൽ ബിസിനസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വാറന്റി കൊടുക്കുന്നുണ്ടോ? യെസ്, ഞങ്ങൾ 8 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. ലെക്സ് വാറന്റി എന്ന് പറയും. ആ ലെക്സ് ഹോം വാറന്റി നമ്മള് ക്ലോസിംഗിന്റെ അന്ന് കസ്റ്റമറിന് നമ്മൾ ലീഗലൈസ്ഡ് ആയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ 8 കൊല്ലത്തെ വാറന്റി. അപ്പൊ പുതിയ ഒരു വീട് വാങ്ങി 8 കൊല്ലത്തേക്ക് ഒന്നും അറിയണ്ട. നമ്മള് മാക്സിമം നമ്മള് ഫസ്റ്റ് ഇയറിന്റെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ നമ്മൾ A to Z കാര്യങ്ങൾ അണ്ടർ വാറന്റിയിലാണ്. സെക്കൻഡ് ഇയർ തൊട്ട് സ്ട്രക്ചറൽ വാറന്റി, അതായത് ഫ്രെയിമിങ്, ഫൗണ്ടേഷൻ, റൂഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കവർ ചെയ്തു കൊടുക്കും. അപ്പോ സെക്കൻഡ് ഇയർ തൊട്ട് 8 ഇയർ വരെ ആ സ്ട്രക്ചറൽ വാറന്റി. അത് 1+7 ആണ്. 1+7. അത് നോർമലി എല്ലാവരും അങ്ങനെ തന്നെയാണ്. സോ എന്തെങ്കിലും എല്ലാരും ഇപ്പൊ ഒരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോ, അതായത് ടോണി ചേട്ടൻ ഇത്രയും കാലം ചെയ്തത് എന്റെ സംഭവം സെല്ലിംഗ് ഒരു പാർട്ടാണെങ്കിലും മേക്ക് ചെയ്ത് സെല് ചെയ്യുമ്പോൾ അതൊരു എന്റെ അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഏരിയ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ അതിലേക്ക് ഇറങ്ങുമ്പോ എന്തായിരുന്നു ആ ഒരു മൈൻഡ് സെറ്റ്? എന്തായിരുന്നു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ പലരുമായിട്ട് ഡീൽ ചെയ്തപ്പോ ഒരു കാര്യം മനസ്സിലായത്, നമുക്ക് ഈ ഒരു വീട് കംപ്ലീഷൻ കഴിഞ്ഞാൽ ആ കസ്റ്റമറിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതിലെന്തെങ്കിലും ആവശ്യം നമുക്ക് ചേഞ്ചസ് വേണമെങ്കിലോ അല്ലെങ്കിൽ റെനോവേഷനോ എന്താവശ്യം ഉണ്ടെങ്കിലും ഭാവിയിലുണ്ടെങ്കിലും അത് നമുക്ക് ചെയ്യാൻ പറ്റും, അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് അവന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് വരും. സോ ആ ഒരു ധൈര്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ 2026 അല്ലെ, 2021 ബിസിനസ് തുടങ്ങി 2026. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മിഷൻ ഉണ്ടോ? മിഷൻ 2030 അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്ട് എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു ലോട്ട് ടൗണിനടുത്തായിട്ട് എടുത്തിട്ട് അഫോർഡബിൾ ഹൗസസ് വെക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതായത് പല ഫാമിലിക്കും ഒരു ഇൻകം ഉള്ള ഫാമിലീസ് ധാരാളമുണ്ട്. അവർക്ക് മാക്സിമം ലോൺ അപ്രൂവ് ചെയ്യുന്നത് 350 അല്ലെങ്കിൽ 400,000. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ഒരു ടൗണിൽ ഒരു വീട് മേടിക്കുക എന്നുള്ള ഇന്നത്തെ റേറ്റിൽ നടക്കുന്ന കാര്യമില്ല. സിംഗിൾ ഹോം. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു സിംഗിൾ ഹോം
വിത്ത് 3 ബെഡ്റൂം 2 ബാത്ത് ഡബിൾ ഗരാജ് അങ്ങനെയല്ല ഒരു സിംഗിൾ ഹോം അഫോർഡബിൾ ആയിട്ടുള്ള അവരുടെ റേറ്റിൽ പണിയാനുള്ള ഒരു ആഗ്രഹവും മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. സോ ആ ഒരു പ്ലാനില് അവര് ഡിസൈനിൽ അത് നടക്കുമോ? അത് ഇന്ത്യയിലെ ഡിസൈൻ നടക്കും, പക്ഷെ സ്ക്വയർ ഫീറ്റിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസും കാര്യങ്ങൾക്കൊക്കെ അത് ബാധിക്കുന്നതുകൊണ്ട് ഒരു ലിമിറ്റഡ് സ്ക്വയർ ഫീറ്റിൽ അവർക്ക് ആവശ്യമുള്ള ബെഡ്റൂം സൈസ് ഒക്കെ വലുതാക്കിക്കൊണ്ട് നമ്മൾ അഫോർഡബിൾ ഹൗസസ് ആയിട്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും വീട് എന്ന അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ബാച്ചിലർ വന്നാലും ഇപ്പൊ ഒരു ഫാമിലിയിൽ ഒരാളെന്ന് പറഞ്ഞ പോലെ നമ്മള് ബാച്ചിലർ, അപ്പൊ ആൾക്കും ഇപ്പൊ ഇത്ര ഇൻകം കിട്ടുന്നുണ്ട്, ആൾക്കും ലോൺ കിട്ടും അല്ലേ? ഓക്കെ, ഒരാളുടെ വരുമാനത്തിൽ അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അയാളുടെ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടെല്ലാവർക്കും സ്വപ്നമാണ്. ഓക്കെ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ ഒരുപാട് തിരക്കുണ്ടെന്ന് അറിയാം. ഈ തിരക്കുണ്ടെങ്കിൽ എനിക്ക് ഇത്ര സമയം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു എപ്പിസോഡും മറ്റൊരു അതിഥിയായിട്ട് വീണ്ടും പ്രവാസി ടോക്ക് ഷോയിലേക്ക് ഞാൻ വരും. അപ്പോ സ്റ്റേ ട്യൂൺ. വളരെ നന്ദിയുണ്ട് സനു. വേറൊന്നുമല്ല, ഞാൻ എങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എന്റെ വഴികൾ എന്തൊക്കെയായിരുന്നു അതൊന്നും മിക്കവർക്കും അറിയില്ല. എന്റെ പ്രസന്റ് ലൈഫ് മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്റെ ഈ വന്ന വഴി ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ കാനഡയിൽ ഞാൻ അനുഭവിച്ചത്, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു നല്ലൊരു സംരംഭം തുടങ്ങി എന്നുള്ളതും മറ്റുള്ളവർ കേട്ട് അതൊരു മോട്ടിവേറ്റഡ് ആവുമെന്നതും ഞാൻ ചെയ്താൽ. Okay, that's good. Thank you so much. You're welcome.